നമസ്കാരം. ട്രൂത്ത് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കള്ളന്മാരെ പേടിച്ച് ഇനി CCTV ക്യാമറകളും സ്ഥാപിക്കേണ്ടതില്ല. കൊല്ലം ചടയമംഗലത്ത് 6ഓളം കടകളിലാണ് CCTV ക്യാമറകൾ തകർത്ത് DVR-കൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും കടയിലെ സാധനങ്ങളും പണവും മോഷ്ടിക്കുകയും ചെയ്തത്. പെരുങ്ങള്ളൂരിലാണ് 6ഓളം കടകളിൽ ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം ചടയമംഗലത്തും സമാനമായ രീതിയിൽ 3ഓളം കടകളിൽ മോഷണം നടത്തിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതായി ചടയമംഗലം പോലീസ് അറിയിച്ചു. കൊല്ലം ചടയമംഗലത്ത് 6ഓളം കടകളിൽ മോഷണം. ചടയമംഗലം, ആയൂർ, പെരിങ്ങള്ളൂരിലാണ് 6ഓളം സ്ഥാപനങ്ങളിൽ ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത്. ആയൂർ പെരിങ്ങള്ളൂർ പാലം ജംഗ്ഷനിലുള്ള ബേക്കറിയുടെയും PHC സബ് സെന്ററിന്റെയും പൂട്ട് കുത്തിത്തുറന്നു. കേരള കഫേ, പെരിങ്ങള്ളൂരിലുള്ള ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കട എന്നീ സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കുകയും ക്യാമറകൾ നശിപ്പിക്കുകയും DVR-കൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. കളപ്പില ഫ്ലവർ ആൻഡ് റൈസ് മില്ലിന്റെയും തട്ടുകടയുടെയും പൂട്ടുകൾ കുത്തിത്തുറന്ന നിലയിലാണ്. മോഷ്ടാക്കൾ വന്ന വാഹനം ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് കടയുടെ പുറകുവശത്തുള്ള വസ്തുവിൽ പാർക്ക് ചെയ്തതിനു ശേഷമാണ് മോഷണം നടത്തിയിട്ടുള്ളത്. സമീപത്ത് CCTV ക്യാമറകൾ ഇല്ലെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കടകളിൽ സ്ഥാപിച്ചിരുന്ന CCTV തകർക്കുകയും DVR-കൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു. ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കടയിൽ 50,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ നൌഷാദ് പറഞ്ഞു. രാവിലെ ഞങ്ങൾ കട തുറക്കാനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ മൊത്തം അടിച്ചു തകർത്ത്, ക്യാമറ മൊത്തം അടിച്ചു തകർത്ത്, DVR-ഉം കടയിൽ കിടന്ന സാധനങ്ങൾ മൊത്തം 5,000 പുറത്തുള്ള സ്വേറ്റ് ബോക്സ് മൊത്തം എല്ലാം എടുത്തുകൊണ്ട് പോയി. ഇതിന്റെ മേശയുടെ പൂട്ട് തകർത്ത്, മേശയിൽ 10,000-2,000 പുറത്ത് 10-ന്റെ 20-ന്റെ നോട്ടുണ്ടായിരുന്നു, അത് മൊത്തം കൊണ്ടുപോയി. പിന്നെ എന്റെ DVR എടുത്തുകൊണ്ട് പോയി. വൈഫൈ മോഡം കൊണ്ടുപോയി. ഒരു ബ്ലൂടൂത്ത് ഇരുന്നു, അതെടുത്തുകൊണ്ട് പോയി. ഇപ്പൊ എങ്ങനെയായാലും 50,000 പുറത്ത് നഷ്ടം ഈ കടയിൽ വരുത്തിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇല്ല, വേറൊന്നും നശിപ്പിച്ചില്ല. നൌഷാദ്, പെരിങ്ങള്ളൂര് ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കട നടത്തുന്നു. കേരള കഫയിലും മേശയിലുണ്ടായിരുന്ന പണം കള്ളന്മാർ അപഹരിച്ചു. സാധനങ്ങൾ വലിച്ചു വാരി വിതറി. നമ്മൾ രാവിലെ ഷോപ്പ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. പിന്നെ മെയിനായിട്ട് ആരോഗ്യ കേന്ദ്രം ഇവിടെ അടുത്തിറങ്ങുന്നത് കൊണ്ട് തന്നെ അവരാണ് വിളിച്ച് നമ്മളെ അറിയിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും DVR-ഉം കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, ക്യാമറ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ക്യാഷ് കുറച്ചുണ്ടായിരുന്നു, ഒരു 4,500-ഓളം ക്യാഷ് ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അടുത്തുള്ള കുറച്ച് കടകളെല്ലാം നശിപ്പിച്ച് അവിടെ നിന്നെല്ലാം DVR കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചടയമംഗലത്തും പോരയിടത്തും 3ഓളം കടകളിൽ മോഷണം നടന്നിരുന്നു. സംഭവത്തിൽ ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നതായി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ട്രൂത്ത് വിഷൻ ന്യൂസ്.